ഒരാളുടെ മരണം നമ്മളുടെ കൈ കൊണ്ട് ആയാലുള്ള അവസ്ഥ ഞാൻ കരുതിക്കൂട്ടി തന്നെ നിന്നാണ് അന്ന്. ഇവനിട്ട് പണി കൊടുക്കണമെന്നുള്ള രീതിയിൽ കരുതിക്കൂട്ടി തന്നെ നിൽക്കുന്നത്. കളരി ആയിരുന്നു അപ്പച്ചൻ, എക്സ്പെർട്ട് മാസ്റ്റർ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ആരെയും പഠിപ്പിച്ചിട്ടില്ല. അപ്പച്ചൻ്റെ ഇതെല്ലാം ഇല്ലാണ്ടാക്കിയത് ഒരു വില്ലനാണ്. ബിനീഷ് ചേട്ടൻ അനിയനാണല്ലേ? അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായി. വീട്ടിൽ നിന്ന് കരയണ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ലൊക്കേഷനിൽ വെച്ച് ഇവന് ഡയലോഗ് പറയാൻ പറ്റാഞ്ഞിട്ട് ഡയറക്ടർ ഭയങ്കരമായിട്ട് അവനെ അധിക്ഷേപിച്ചായിരുന്നു. എൻ്റെ ഇൻകം കണ്ടെത്തിയത് ഇങ്ങനെ ഡാൻസ് കളിച്ചും സെവൻസ് കളിക്കാൻ പോയും കിട്ടണ പൈസ കൊണ്ടാണ്. അപ്പം അന്ന് വീട്ടിൽ ഒരു മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അകത്തുണ്ടാകും. അമ്മച്ച് ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. വീഡിയോ തീർത്താണ് ഞങ്ങൾ കൊണ്ട് ചെറുപ്പത്തിൽ കൊണ്ട് വിൽക്കും. അല്ലു അർജുൻ്റെ പടത്തിലൊക്കെ ഫൈറ്ററായിട്ടുണ്ട്. പക്ഷേ അത് നമ്മളറിയില്ല. നമ്മൾ ഫൈറ്റേഴ്സിന് അവർ ഇത് കാണിക്കില്ല. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഉണ്ട് ഒരു ഫൈറ്റ് സിനിമയിൽ ഡിസൈൻ ചെയ്യണം, കോറിയോഗ്രാഫി ചെയ്യണം. ഈ കഴിഞ്ഞ വർക്ക് കണ്ടുകൊണ്ട് തന്നെ ഒരു ഫൈറ്റ് മാസ്റ്റർ വിളിച്ചിട്ട് ഒരു ക്യാരക്ടർ എനിക്ക് തന്നായിരുന്നു. കന്നഡയിൽ പോയി ഒരു വില്ലൻ വേഷം ഞാൻ ചെയ്തു. ഈ ഒരു പേര് റാംബോ സ്റ്റാൻലി കുട്ടികൾ വിളിച്ചതാണ് റാംബോ എന്ന് പറഞ്ഞ്. നമ്മൾ ഫൈറ്റ് ചെയ്ത് പിൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ റാംബോ 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 എന്ന് പറഞ്ഞിങ്ങനെ അങ്ങനെ വിളിക്കും. ഒരു പഠനവും വെറുതെ അല്ല, ഓരോ പഠനവും വെറുതെ അല്ല. ആ സാറിൻ്റെ, അതായത് നമ്മൾ അന്ന് ഒരു ചെളിയായിരുന്നു, ചെളി പോലെയായിരുന്നു. അതിനെ മേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഫോം ചെയ്ത് ഞാൻ കളി അവിടെ നിന്ന് എനിക്ക് എപ്പോഴും വഴക്കാണ് കിട്ടും. എന്നു വെച്ചാൽ അത്രയും ഈ ഇൻട്രസ്റ്റഡ് ആയ ടാലൻറ്റഡ് ആയതുകൊണ്ടായിരിക്കാം എന്നോട് ഇപ്പോഴും വഴക്ക് പറയണത്. പക്ഷെ അന്ന് ആ ഞങ്ങളുടെ ഏരിയയിൽ ഭയങ്കര ഈ കച്ചറ ഏരിയ ആയിരുന്നു. ഈ ആളുകൾ കുടിക്കുകയും കഞ്ചാവ് വലിക്കുകയൊക്കെ ചെയ്യണ ആ ഒരു ഏരിയ ആയിരുന്നു ഞങ്ങൾ. അപ്പം ഞാൻ ഈ ഫുട്ബോളിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറെ വഴിയിലേക്ക് തിരിഞ്ഞു പോയത്. പറഞ്ഞ മനസ്സിലായോ? സ്പോർട്സിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു പോയത്. അപ്പൊ എൻ്റെ സ്വഭാവം അതുപോലെ തന്നെ ആ ഈ രീതിയിലേക്ക് മേക്ക് ആയി. നമ്മുടെ കോച്ച് ഈ റൂഫസ് അങ്കിൾ സ്വാധീനം ചെയ്തിട്ടുണ്ട്. ആ സാറിൻ്റെ ഡിസിപ്ലിൻ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ പഠിപ്പിക്കണ ഒരു മെത്തേഡും സാറ് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡും ഞാൻ കുട്ടികളിലേക്ക്, എൻ്റെ കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് സഹായിക്കുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴാണ് ചേട്ടൻ കുങ്ഫു, ഇപ്പം കരോട്ട അപ്പച്ചൻ്റെ ഒരു അപ്പച്ചൻ കരോട്ടക്കാരനാണ്, കളരിയായിരുന്നു. അപ്പച്ചൻ കളരി ആശാനായിരുന്നു, എക്സ്പെർട്ട് മാസ്റ്റർ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ആരെയും പഠിപ്പിച്ചിട്ടില്ല. അതെന്നുവെച്ചാൽ അപ്പച്ചൻ കുടിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ആ ചെറുപ്പത്തിൽ ചോദിച്ച് അപ്പം ആ സമയത്ത് കാണിച്ച് തന്ന കാര്യങ്ങൾ പഠിച്ച്. അപ്പച്ചൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു. പക്ഷേ അപ്പച്ചൻ്റെ ഇതെല്ലാം ഇല്ലാണ്ടാക്കിയത് ഒരു വില്ലനാണ്. ആരായിരിക്കും? വെരി ഗുഡ്. താങ്കളുടെ തലയിൽ നല്ല താമസമുണ്ട്. അപ്പച്ചന് ആൽക്കഹോളിന് അഡിക്റ്റ് ആയിരുന്നു. ആൽക്കഹോളിന് അഡിക്റ്റ് ആയതുകൊണ്ടാണ് പുള്ളിയുടെ ആ ഈ ടാലൻ്റ് ഒന്നും ലോകം കാണാൻ പറ്റില്ല. നമ്മുടെ കെ അർജുന മാഷാരൻ അപ്പച്ചൻ്റെ ഗുരു, റഹ്മാൻ്റെ ഗുരു ഇല്ലേ, അപ്പച്ചൻ നന്നായിട്ട് പാടുമായിരുന്നു, നന്നായിട്ട് ഫുട്ബോൾ കളിക്കുമായിരുന്നു, നല്ലൊരു കളരി ആശാനുമായിരുന്നു. അപ്പച്ചൻ കൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം, ഞങ്ങളുടെ പാരമ്പര്യമാണത്, ഈ വിഷകാരികളായിരുന്നു. ഞാനും അതുപോലെ തന്നെ ഈ നമ്മുടെ സലീം കുമാറിൻ്റെ സലീമേട്ടനെയൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ള. അങ്ങനെ ഇപ്പം പറയാനൊരു അവസരം വന്നപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എൻ്റെ പെങ്ങള് ചെയ്യുന്നുണ്ട് അപ്പച്ചൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു പുണ്യമുണ്ട്, അതുള്ളതാണത്. കൈ തൊട്ടാൽ മതി, അത് ഒഴിഞ്ഞു മാറ്റേണ്ടതാണ്. പക്ഷേ ഒരു കൈപ്പുണ്യമുണ്ട്, അതിലൊരു ദൈവികമായിട്ടുള്ള ഒരു ഇതുണ്ട് അതിൽ. അപ്പച്ചന് ആ സമയത്ത് ഇങ്ങനെ കളരി ഇങ്ങനെ ബേസ് പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പഠിച്ചു വന്നതാണ് കളരിയൊക്കെ. അപ്പച്ചൻ്റെ കോൺട്രിബ്യൂഷൻ അതായിരുന്നു. എന്ന് വെച്ചാൽ അപ്പച്ചനായിരുന്നു എല്ലാം. പക്ഷെ അപ്പച്ചൻ്റെ ബ്ലഡാണ് എനിക്ക് കിട്ടിയേക്കുന്നത്, അപ്പച്ചൻ്റെ ആ ഒരു സ്വത്വമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഒന്നും വേണ്ട, ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പഠിപ്പിച്ച് തന്നില്ലെങ്കിലും അപ്പച്ചൻ്റെ സത്വമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. ഒന്നും വേണ്ട. സെബാസ്റ്റ്യൻ എന്നാണ് പേര്, സെബാസ്റ്റ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പച്ചൻ ഒരുവിധം ഫേമസ് ആയിരുന്നു അവിടെ. പക്ഷെ അപ്പച്ചൻ അന്ന് പറയുമായിരുന്നേ, നിനക്കൊക്കെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലടാ, നിങ്ങളിൽ അതുണ്ട്, കണ്ടെത്തിയാൽ മതി എന്ന് പറയും. പക്ഷെ അത് 100% കറക്റ്റാണ്. 100% കറക്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ എറിയണ സ്ഥലത്ത് കൊള്ളും.
ആ രീതിയിൽ ഇപ്പോൾ ഒരു കാര്യം പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മളുടെ മനസ്സ് അങ്ങോട്ട് കാർന്ന് പിടിക്കും. എന്നിട്ട് അത് പഠിച്ചെടുക്കും. അത് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകാൻ കാര്യം അപ്പച്ചൻ്റെ ഇത് തന്നെയാണ്. അത് ചില ഇത് പറയുന്ന ഒന്നും പഠിപ്പിച്ചെന്നില്ലെങ്കിലും ഇട്ടിട്ട് പോയേക്കണം അതിൻ്റെ എസൻസ് അല്ല. ചേട്ടന് ഈ ലുക്കിൽ ഇപ്പം നമ്മൾ ചേട്ടൻ ഒരു സ്റ്റൺ മാസ്റ്ററാണ് ഇപ്പോൾ. അപ്പം ലുക്കിൽ തന്നെ ഭീകരൻ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ലുക്കാണ്, മാസ് ലുക്കാണ്, ഭീകരനല്ല മാസ് ലുക്കാണ്. അങ്ങനെയുള്ള ചേട്ടൻ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ടും ഇമോഷണലി, അതായത് ഭയങ്കരമായിട്ടും കരഞ്ഞു. അപ്പം ചേട്ടൻ ഇത്രയും ഇമോഷൻസ് ചെറുതിലെ മുതൽ ക്യാരി ചെയ്യുന്നതാണോ, അതോ ഒരു ഇടത്ത് ചേട്ടൻ്റെ വായിച്ചത് കിക്ക് ബോക്സിങ് പഠിച്ചിട്ട് ചേട്ടൻ നാഷണൽ പ്ലെയറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോക്സ് ചെയ്ത് എതിരെ നിന്ന ആൾ കോമയിലേക്ക് പോയി, അതിൽ പിന്നെ ചേട്ടൻ ബോക്സിങ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കിക്ക് ബോക്സിങ് നാഷണൽ ഞാൻ 2ാമത് വിൻ ചെയ്യണ മത്സരമായിരുന്നു നാഷണൽ കിക്ക് ബോക്സിങ്ങിൽ. അന്ന് ആ സമയത്തൊക്കെ എനിക്കൊരു 24 വയസ്സ് ആ സമയത്തായിരുന്നു. മത്സരത്തിന് പോയാൽ ഇന്ന് കിട്ടണ പോലെ പൈസ ഒന്നുമില്ല, വെറുതെ പച്ചവെള്ളം കുടിച്ചിട്ട് പോകണം. ട്രെയിൻ കയറി നമ്മൾ പോണേ. അന്ന് ഒറീസ റായ്പൂർ കണ്ടായിരുന്നു മത്സരം. ഈ സ്ഥിരമായിട്ട് ഒരു ഒപ്പളന്നെ ഉണ്ടായിരുന്നു, അവൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. ഒരു തമിഴനായിരുന്നു ആള്. അവൻ ഭയങ്കര അഗ്രസീവ് ഫൈറ്ററാണ്, അതായത് ഭയങ്കര റാഷ് ഫൈറ്ററാണ്. അവന് മെത്തേഡൊന്നുമില്ല, വെറുതെ വന്നിട്ട് കാടൻ ഇടിയാണ് ഇടിക്കുന്നത്. പക്ഷെ അവൻ അതിൻ്റെ വരും. അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ശരീരമൊക്കെ ഉണ്ട്, നല്ല ഉരുക്ക് പോലെ. അവനുമായിട്ട് ഭയങ്കര പോട്ടിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവസാനം 2 ബൗട്ടിൽ നടക്കണേ, ഈ സെമിയും 2 ബൗട്ടിൽ 2 പൂളായിട്ട് നടക്കണേ മത്സരം. അപ്പോൾ അവസാനം ഇവൻ ഫൈനൽ വന്നു. ഫൈനൽ വന്ന് ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുത്തനെ അവനടിച്ച് ഇഞ്ചുറി ആക്കി. അപ്പോൾ അന്ന് പാർഷ്വാലിറ്റി ഉണ്ടായിരുന്നു ഈ ജഡ്ജസിന്. അവരുടെ ടീമിന് ആണ് വിജയിച്ചു അങ്ങനത്തെ ഒരു പാർഷ്വാലിറ്റി ഉണ്ടായിരുന്നു. അന്ന് ഫൗൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് കാർഡ് കിട്ടിയ പുറത്താണ്. അതായത് 3 ഫൗള് അന്ന് അങ്ങനെയാണ്. 3 ഫൗള് വന്നു കഴിഞ്ഞാൽ പുറത്താണ് ആള്. ഫൈനലിൽ അവിടെ വന്ന് ഞാൻ കരുതിക്കൂടി തന്നെ നിന്നാണ് അന്ന്. ഇവനിട്ട് പണിച്ച് കൊടുക്കണം എന്നുള്ള രീതിയിൽ കരുതിക്കൂടി തന്നെ നിൽക്കുന്നത്. ഫസ്റ്റ് അറ്റാക്ക് കയറുന്നതിന് ഫ്ലൈ ചെയ്തൊരു ഫ്ലൈയിങ് സ്നാപ്പ് കിക്ക് കൊടുത്തു, ബ്ലഡ് കൊണ്ട് അടിച്ച് താഴെ വിടും. എഴുന്നേറ്റില്ല, ബ്ലഡൊക്കെ വന്ന് വായുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ നിമിഷം അത് കഴിഞ്ഞ് അവിടെ വന്ന് ലാൻഡ് ചെയ്ത് നിൽക്കുന്ന സമയം എൻ്റെ കൈയൊക്കെ വിറച്ച്. അതുവരെ ഞാൻ ബൗട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവനും ഉപേക്ഷിച്ചാണ് ഇറങ്ങുന്നത്. അന്ന് ഞാൻ പേടിച്ച്. എന്ന് വെച്ചാൽ ഒരാളുടെ മരണം നമ്മളുടെ കൈ കൊണ്ട് ആയാലുള്ള അവസ്ഥ. അപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്ത് 2 മാസത്തോളം ഇതായി. ഞാൻ അവിടെ കാണാൻ ചെന്നവനാ. അവൻ ആ സമയത്ത് അവൻ ബോധം വന്ന സമയത്താണ് ഞാൻ കാണാൻ ചെന്നത്. അപ്പോൾ അവൻ അതൊക്കെ ഓവർകം ചെയ്ത് നല്ലൊരു അവസ്ഥയിലേക്കായി മാറി. ഞാൻ അവനോട് ശരിക്കും സോറി പറഞ്ഞു. എനിക്കന്ന് സാമ്പത്തികമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അവനും സാമ്പത്തികമായിട്ട് ഒട്ടുമില്ലാത്തൊരു സ്ലമ്മായിരുന്നു. ഒരു തെരുവിൽ ജീവിക്കണ ഒട്ടും ഇങ്ങനെ വീട് തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അന്ന് തമിഴിലാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മളുടെ ഇതിൽ സംഭവിക്കണതാണെന്നുള്ള ഇതിൽ അവനത് അങ്ങനെ കഴിഞ്ഞതാണ് അത്. അപ്പം അന്ന് മുതൽ ഞാൻ പിന്നെ ബൗട്ടിൽ ഇറങ്ങിയിട്ടില്ല, പിന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് ബൗട്ടിൽ ഇറങ്ങിയിട്ടില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, ഇത് ട്രെയിനിങ് ഒക്കെ കൊടുക്കും. പക്ഷേ ഈ ബൗട്ടിൽ ഇറങ്ങാനായിട്ട് അന്നത്തെ ആ ഇതിൽ ഒരു ശബ്ദം എന്ന് പറഞ്ഞ പോലെ എനിക്ക് പിന്നെ തോന്നണില്ല ബൗട്ടിലേക്ക് ഇറങ്ങാനായിട്ട് ഫൈറ്റിങ്. പിന്നീട് സ്റ്റണ്ടിലേക്കൊക്കെ എങ്ങനെയാണ് തിരിയുന്നത് സിനിമയിൽ? സിനിമ ഫൈറ്റിലേക്ക് വരുന്നത് മാർഷൽ ആർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ്ടായിരുന്നു. അന്നും പക്കാ ഫിറ്റായിരുന്നു ഞാൻ. 2012 തോന്നുന്നു. ഫുട്ബോളും ഡാൻസും മാർഷൽ ആർട്സ് എല്ലാം ചെയ്ത് നല്ല ഫിറ്റ്നസ് ഉണ്ടായിരുന്നു നല്ല. അപ്പോൾ അന്നൊരു ഓഡീഷൻ വന്നു ഈ കൈരളി ചാനലിൻ്റെ റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ അതിലിപ്പോൾ അറ്റൻഡ് ചെയ്ത് ഓഡീഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, എല്ലാത്തിനും നല്ല ഇതിൽ വന്നു. അപ്പോൾ അവിടെ സെലക്ഷനായി. ആ ആക്ഷൻ കിലാടി 1 വർഷത്തോളം ഉണ്ടായിരുന്നു ഈ ചാനലിൽ ആ പരിപാടി. അതിലാണല്ലേ പ്രൈസ് മണി കിട്ടാതിരുന്നേ?
അതില് കിട്ടി. ഫസ്റ്റ് അടിച്ചിട്ട് പ്രൈസ് മണി കിട്ടിയില്ല. അത് പിന്നെ റിയാലിറ്റി ഷോയിൽ പോയിട്ടില്ല. പിന്നെ പോയിട്ടില്ല. പിന്നെ അത് ആ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് നമ്മുടെ ശശി സാറായിരുന്നു ആ റിയാലിറ്റി ഷോ സ്റ്റണ്ട് മാസ്റ്റർ. ഈ അഡ്വഞ്ചർ റിയാലിറ്റി ഷോ ആയിരുന്നല്ലോ. അപ്പൊ ശശി സാറിന്റെ ആക്ഷൻസും സീക്വൻസ് ഒക്കെ എല്ലാം കണ്ട് ഇതിന് മുമ്പേ എനിക്ക് ബ്രൂസിലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലേ മുതൽ. അപ്പൊ ഞാൻ ഇങ്ങനെ സിനിമ കാണുമ്പോ തന്നെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇതിന്റെ ടെക്നിക്കൽ വൈസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ഇതില്. അപ്പൊ ഈ ഇങ്ങനൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മൾ നേരിട്ട് കാണുന്നില്ല. അപ്പൊ ശശി സാറിന്റെ വർക്കുകൾ അതിന്റെ മെത്തേഡാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ശശി സാറിന് 2 അസിസ്റ്റൻസ് ഉണ്ട്. അസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഫൈറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു കോർഡിനേഷനാണ് ഈ ഫൈറ്റ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. പിന്നെ ക്യാമറ, ഇത് എഡിറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഞാൻ ചെന്ന് നോക്കിക്കൊണ്ടിരുന്നത്. വെച്ചാൽ ഇത് ഞാൻ ശരിക്കും ആ വർക്കിൽ 1 വർഷം ഇതെല്ലാം പഠിക്കണമായിരുന്നു ശരിക്കും. ഈ ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ ആക്ഷൻസ് കംപ്ലീറ്റ് ഞാൻ പെർഫോമൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് കൂടെ ആക്ടിവിറ്റീസാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഇവരെങ്ങനെയാണ് ആ റോപ്പൊക്കെ ചെയ്യണത്. അപ്പൊ എൻ്റെ അടുത്ത് ആക്ഷൻസ് ഉണ്ടല്ല, ഞാൻ മാർഷൽ ആർട്സ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ല. അത് നമ്മുടെ ഒരു ഫൈറ്റ്, സിനിമയിൽ ഫൈറ്റ് ചെയ്യേണ്ട മെത്തേഡ് തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ശശി സാറിൻ്റെ ആ മെത്തേഡിലൂടെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. ശശി സാറിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വർക്കുകൾ ശശി സാറ് വിളിച്ചിട്ടുണ്ട് തന്നെ ഫൈറ്ററായിട്ട്. അങ്ങനെ പോയി പടങ്ങളിലൊക്കെ ഇടികൊള്ളണ വീഴണം. ഈ സുരേഷ് ഗോപിയുടെ പടത്തിലൊക്കെ ഉണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. ഇത് മിഷൻ കാർഗിൽ എന്ന് പറഞ്ഞ പടത്തിലാണ് ആദ്യം ഞാൻ ശശി സാറിനെ കൂടി. പിന്നെ സീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ സാറിനെ കൂടി പോയിട്ടുണ്ട്. ഈ മിഷൻ കാർഗില് ഫൈറ്റ് ആയിട്ട് ഇങ്ങനെ മാസ്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഒരു തീവ്രവാദികളുടെ ഇതിലൊക്കെയാണ്. ഈ അല്ലു അർജുൻ്റെ പടത്തിലൊക്കെ ഫൈറ്ററായിട്ടുണ്ട്. പക്ഷെ അത് നമ്മളറിയില്ല. നമ്മൾ ഫൈറ്റേഴ്സിന് അവര് ഇത് കാണിക്കില്ല. കുറെ പടങ്ങളിലുണ്ട്. അങ്ങനെയാണ് ഈ ഫൈറ്റിങ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് മുതലേ എൻ്റെ മനസ്സിൽ ഉണ്ട് ഒരു ഫൈറ്റ് സിനിമയിൽ ഡിസൈൻ ചെയ്യണം, കോറിയോഗ്രാഫി ചെയ്യണം, ഡാൻസും അതുപോലെ തന്നെ ഡാൻസും കോറിയോഗ്രാഫി ചെയ്യണം എന്നുള്ള അന്ന് മുതൽ ഉണ്ട്. ഈ കഴിഞ്ഞിടക്കാണ് ഇതായത്. പുതിയ പടം ചെയ്യുന്നെന്ന് പറഞ്ഞു. പുതിയ പടത്തിന്റെ പേര് ഒരു കടത്തനാടൻ കഥ. അത് ഇപ്പൊ അതില് നല്ല അഭിപ്രായം വന്നായിരുന്നു. റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത, ഒരു എക്യുപ്മെന്റ്സും ഇല്ലാതെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത ഒരു വർക്കാണത്. അവർക്ക് അത്ര ബഡ്ജറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ബഡ്ജറ്റിൽ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അതായത് പുതിയൊരു റിലീസായി. ഷാഹിദ് സിദ്ദീഖാണ് അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞ് പിന്നെ വർക്കൊന്നും വന്നില്ല. ഡബിങ്ങില് ഹിന്ദിയിൽ അത് ഡബ് ചെയ്ത് പോയിട്ടുണ്ട്. ചാനലിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം ശേഷം അതല്ലേ അവസ്ഥ. ഈ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് ലോക്ക്ഡൗൺ ആയത്. നമ്മുടെ കൊറോണ വില്ലൻ വന്ന് നമ്മളെ ഇല്ലാണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് 3 വർക്ക്, ആ വർക്ക് കഴിഞ്ഞിട്ട് 3 വർക്ക് കമ്മിറ്റ് ആയിരുന്നു. ഒരെണ്ണം തമിഴ്, ഒരെണ്ണം കന്നഡ വന്നായിരുന്നു. കന്നഡയിൽ ഞാൻ കഴിഞ്ഞ വർക്ക് കണ്ടുകൊണ്ട് തന്നെ ഒരു ഫൈറ്റ് മാസ്റ്റർ വിളിച്ചിട്ട് ഒരു ക്യാരക്ടർ എനിക്ക് തന്നായിരുന്നു. കന്നഡയിൽ പോയി ഒരു വില്ലൻ വേഷം ഞാൻ ചെയ്ത്. അല്ല ചേട്ടാ, ഇതിനിടയ്ക്ക് ചേട്ടൻ മൈക്കിൾ ജാക്സന്റെ, അതായത് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന കാര്യം പറഞ്ഞു. അത് സിംഗിൾ പെർഫോമറാണ്, മൈക്കിൾ ജാക്സൺ ആണ് പറഞ്ഞു. അപ്പോൾ ഈ ഇവിടെ കൊച്ചിൻ കലാഭവനിലായിരുന്നു ഉണ്ടായിരുന്നത് അതോ? അല്ല, അത് ഞാൻ ഡാൻസ് പഠിക്കണത് നമ്മുടെ ജോൺസൺ സാറില്ലേ, അരിയാടി ജോൺസൺ സാറാണ് എൻ്റെ മാസ്റ്റർ. പുള്ളിയുടെ ട്രൂപ്പിലാണ് ആദ്യം കളിച്ച് വന്നത്. അപ്പൊ വലിയൊരു ട്രൂപ്പായിരുന്നു. കൊച്ചിൻ ഡാൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കിടുങ്ങും മാതിരി ട്രൂപ്പായിരുന്നു. അന്ന് എബിസ് കൊച്ചിൻ, നമ്മുടെ രാജേഷ് മാസ്റ്ററിന്റെ ഇലക്ട്രോ ബാറ്റിൽസ്, പിന്നെ നമ്മുടെ കൊച്ചിൻ ഡാൻസ് ഗ്രൂപ്പ്. ഈ 3 ഗ്രൂപ്പുമാണ് അവിടെ മെയിൻ. എന്ന് വെച്ചാൽ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു മത്സരങ്ങളുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓഡിയൻസ് വന്നിരിക്കുമായിരുന്നു ഡാൻസ് കാണാൻ. ആ സ്റ്റേജിലാണ് പെർഫോം ചെയ്തേക്കുന്നത്. ഇപ്പൊ ഷോക്ക് എന്ന് പറഞ്ഞൊരു ഈ വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഇവിടെ ഈ മരടിൽ. അതുകൂടാണ് തിരുവനന്തപുരത്തുണ്ട്, തൃപ്പൂണിത്തുറ, പിന്നെ ഐപ്പിൻ, അങ്ങനെ ഒരുപാട് സ്റ്റേജുകൾ, ഒരുപാട് ഓഡിയൻസ് വന്ന സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര അഭിമാനത്തോടെ പറയാം. ഒരുപാട് ജനസാഗരമായിരിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ മത്സരം എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് വിൻ ചെയ്ത് പോകുന്നുണ്ട് ഞങ്ങള്. പല സ്റ്റേജുകളിലും
ടീമായിട്ട് കപ്പടിച്ചിട്ട് പോകുന്നുണ്ട്. അതൊരു ലൈഫായിരുന്നു. അത് എൻജോയ് ചെയ്യാനുള്ള നമുക്ക് ആ ഒരു ഭാഗ്യമൊക്കെ കിട്ടി. അപ്പൊ അങ്ങനെ ഡാൻസിന്റെ ഇതിലേക്ക് മാറണം. അപ്പൊ അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോ ഇതെല്ലാം മത്സരങ്ങളെല്ലാം മാറി വേറൊരു രീതിയായില്ല. ഇപ്പൊ എല്ലാരും വളർന്ന് കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ ആന്ന് കഴിഞ്ഞപ്പോ സ്പ്ലിറ്റ് ആയി. പക്ഷെ ഞാൻ മാത്രം ഡാൻസുമായിട്ട്. എന്റെ സൗഹൃദത്തിൽ 1-2 പേരുണ്ട് ഇവിടെ സുവിചേച്ചിയുടെ ഒപ്പം ഡാൻസ് കളിച്ചവരൊക്കെ നമ്മുടെ സൗഹൃദത്തിലുണ്ട്. അവർ എന്നിട്ട് ഇതുപോലെ വൈകുന്നേരം ഒക്കെ കൂടുമ്പോ എടാ അന്ന് നമ്മൾ അവിടെ പോയി കളിച്ചില്ലേ, ഇവിടെ പോയി കളിച്ചില്ലേ പറയാറുണ്ട്. എൻജോയ് ചെയ്ത കാലഘട്ടങ്ങളാണ്. അപ്പൊ അവസാനം ഞാൻ മാത്രമാണ് ഡാൻസുമായിട്ട്, ജോൺ സാർ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ പെർഫോമറായിട്ട് ഞാൻ മാത്രമാണ് നിലനിന്നത്. 10-15ഓളം പേര് ഞങ്ങളുടെ ട്രൂപ്പിലുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളായിരുന്നു കേട്ടോ അവര്. പക്ഷെ കല്യാണമൊക്കെ കഴിച്ച് അവിടെ സ്പ്ലിറ്റ് ആയിട്ട് പിന്നെ അതിൽ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. അങ്ങനെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം പറയാം. അങ്ങനെ ഇത് കല്യാണം പറഞ്ഞപ്പോ സ്കിപ്പ് ആവുന്നു. പറയാം, കലാഭവനിലേക്ക് വന്ന് 6 വർഷം കലാഭവനിൽ ഡാൻസ് പെർഫോം ചെയ്തു. അത് അന്നും ഈ ട്രൂപ്പിൽ കളിക്കുമ്പോൾ MJ ഫാനായിരുന്നു ഞാൻ. അപ്പോൾ MJ കളിക്കുമായിരുന്നു, ഒരു പ്രോഗ്രാമിനൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ സോബി സാറിന്റെ ടീമിലാണ് കളിച്ചു തുടങ്ങിയത്. കലാഭവൻ സോബി സാറിന്റെ ടീമിൽ 6 വർഷത്തോളം കലാഭവനിൽ കളിച്ചു. അപ്പോൾ ഒരു കലാഭവൻ പേരും എനിക്ക് കിട്ടി. കലാഭവനിൽ കളിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ. മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് മാത്രം. പിന്നെ എങ്ങനെയാണ് ഈ ഒരു പേര് റാംബോ സ്റ്റാൻലിൻ? റാംബോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു റിയൽ ഫൈറ്റർ എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഞാൻ എന്റെ ഫൈറ്റ് സ്റ്റൈലിഷ് ആയിരുന്നേ, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ബ്രൂസ്ലി സ്റ്റൈലിലാണ് ഞാൻ ബൗട്ടിൽ ഫൈറ്റ് ചെയ്യണത്. അപ്പൊ ചെറിയ ചെറിയ കുട്ടികളുണ്ട്, ഭയങ്കര ഫാനായിരുന്നു എന്റെ. ഞാൻ അന്ന് നിപ്പിലൊക്കെ ഫ്ലിപ്പ് ചെയ്യായിരുന്നു. ആരും ചെയ്യില്ല ആ സമയത്ത്, ഫ്രണ്ടും ബാക്കൊക്കെ ഒന്നും ചെയ്യില്ലായിരുന്നു. അന്ന് മുടി ഉണ്ടായിരുന്നേ, മുടി ഞാൻ ഫൈറ്റിന് ഇറങ്ങാൻ നേരത്ത് ഒരു റിബണൊക്കെ ഇങ്ങനെ കെട്ടിട്ട് ഇറങ്ങണത്. അന്നത്തെ കാലത്ത് 25-22 വയസ്സുള്ള ആ സമയത്തൊക്കെ ഇരുന്നത്. അപ്പോൾ റാംബോ ആ സമയത്തൊക്കെ റാംബോ ഒക്കെ ഇങ്ങനെ തളിച്ച് ഭയങ്കര ഇതായിട്ട് നടക്കുന്ന സമയമല്ലേ. അപ്പൊ കുട്ടികൾ വിളിച്ചതാണ് റാംബോ എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് പിൻ ചെയ്തോണ്ടിരിക്കുമ്പോ റാംബോ എന്ന് പറഞ്ഞിങ്ങനെ അങ്ങനെ വിളിക്കും. ഇങ്ങനെ നമ്മളുടെ ഗ്യാങ് ഇങ്ങനെ നിക്കണായിരിക്കുമല്ലോ, കുട്ടികളുണ്ടാവും, എല്ലാരും ഉണ്ടാവേ. ഞങ്ങളുടെ ടീമായിട്ടാണല്ലോ മത്സരത്തിനൊക്കെ പോണത്. അപ്പൊ അങ്ങനെ വിളിച്ച് കിട്ടിയ പേരാണ് ഇങ്ങനെ റാംബോ. കല്യാണത്തെ കുറിച്ച് പറഞ്ഞില്ല എന്നോട്. മാരേജിന്റെ ലേറ്റ് ആവാൻ ഇപ്പോഴും ഇല്ല. ലേറ്റ് ആവാൻ കാരണം ഇത് തന്നെ, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നേ. അപ്പോൾ ഈ സ്കൂളിൽ പോകണോണ്ട് നമ്മുടെ ഒന്നും പൈസ ഒന്നും കിട്ടൂലല്ലോ, അധികം പൈസ ഒന്നും അവർക്ക് തരാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇൻകം കണ്ടെത്തിയത് ഇങ്ങനെ ഡാൻസ് കളിച്ചും ഈ ഫുട്ബോൾ കളിക്കാൻ പോകും, സെവൻസ് കളിക്കാൻ പോയും കിട്ടണ പൈസ കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകണതല്ല. അപ്പം അന്ന് ഈ വീട്ടിൽ ഒരു മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അകത്തുണ്ടാകും. അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് വരും, ഒരു പെങ്കൊച്ചിനെ വിളിച്ചിട്ട് വരുന്ന നല്ലതാണെങ്കിൽ നീണ്ടു പോയ കാര്യം. പക്ഷെ ഇപ്പം ഞാൻ പുതിയ വീട് വെച്ച്, അതായത് അമ്മച്ചി ശരിക്കും ഞങ്ങളെ ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. വീഡിയോ തീർത്താണ് ഞങ്ങൾ കൊണ്ടുപോയി ചെറുപ്പത്തിൽ കൊണ്ട് വിൽക്കും, അങ്ങനെയാണ് വളർത്തിയത്. അപ്പോൾ ആ അമ്മച്ചിനെ നല്ലൊരു സേഫായിട്ട് ഒരു നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കണം, ഇനി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് താമസിപ്പിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല, അവർ പറയണ പോലെ നമ്മൾ പോകേണ്ടി വരുമല്ലേ. അപ്പോൾ അമ്മച്ചിനെ സേഫ് ആക്കണം. അമ്മച്ചി ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം, അത് കാണാൻ കഴിഞ്ഞു. അതാണ് നമ്മളുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം ഇല്ലേ. അതുകൊണ്ടാണ് ലേറ്റായത്. ബിനീഷ് ചേട്ടൻ അനിയനാണല്ലേ? അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ എത്താനും. അവന് സ്റ്റേജിൽ ആദ്യമായിട്ട് കയറ്റണത് ഞാനാണ്. അതായത് ഒരു യൂണിറ്റിന്റെ പരിപാടിക്കാണ്, ഒരു മേക്കപ്പ് ഇങ്ങനെ ഈ ഒരു ഫാൻസി ഡ്രസ്സിനാണ് അവനെ ഒരുക്കി കയറ്റണത് ഞാൻ. അപ്പൊ ഞാൻ അന്ന് ഈ എല്ലാം കാണുന്നത് ഭയങ്കര ഒരു വലിയ രീതിയിലാണ്. അന്ന് എൻ്റെ ചെറിയ ഇതാണെങ്കിൽ പ്രായമാണെങ്കിലും ചെയ്യണതും നല്ല കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഒരു ഡയറക്റ്റ് മൂഡായിരുന്നു അന്ന്, ഡയറക്റ്റ് ചെയ്യണ ഒരു മൂഡില്ലേ. അപ്പം അന്ന് പൊന്തമ്മാടയില ഒരു മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈല് ഞാൻ തന്നെ
പാളയൊക്കെ വെച്ചിട്ട് കയറ്റിയത്. കെട്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ തന്നെ കയറ്റി. പിന്നെ ഈ പറഞ്ഞു ഇതുപോലെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ഡയറക്റ്റ് ചെയ്ത് വിട്ടവന. അവൻ ഫസ്റ്റ് അവിടെ കിട്ടി. അങ്ങനെ അതിപ്പോൾ ഞാൻ ഓർക്കണേ. അവൻ അവിടെ നിന്ന് കയറിയ സ്റ്റേജ് ഇപ്പം കണ്ട ഇപ്പം നല്ലൊരു പൊസിഷനിലേക്ക് അവൻ വന്ന്. പക്ഷെ അവനിൽ കുറവുകളുണ്ട് ഒരുപാട്. ഇങ്ങനെ ഈ കുറവുകളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ബിനീഷ് ബാസ്റ്റിൻ. എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് കരയണ ഞാൻ കേട്ടിട്ടുണ്ട് അവൻ. അതായത് ഒരു ലൊക്കേഷനിൽ വെച്ച് ഇവന് ഡയലോഗ് പറയാൻ പറ്റാഞ്ഞിട്ട് ആ സീൻ അവൻ ചെയ്യാൻ പറ്റണില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ നിന്ന് വന്ന ഒരാളാണ്. ഇങ്ങനെ മെച്ചുവറായിട്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിന്ന് വന്ന ഒരാളാണ്. അങ്ങനെയുള്ള കുറേ കുറവുകളുണ്ട്. ആ കുറവുകളൊന്നും മറ്റുള്ളവർക്ക് ഡയറക്ടർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. മനസ്സിലായി. ഒരു ഡയലോഗ് നേരത്തെ കൊടുത്തിരുന്നെങ്കിലോ അത് പഠിച്ചിട്ട് വന്ന് ചെയ്യുമായിരുന്നു. പക്ഷെ ഈ ഡയറക്ടർ ആ സമയത്ത് ഒരു ഡയലോഗ് കൊടുത്തിട്ട് ഇവൻ ഒരു ഓഡിയൻസ് ഒക്കെ ഇങ്ങനെ നിൽക്കണേ ഡയലോഗ് പറയാൻ പറ്റണല്ലോ. അവന് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ ഡയറക്ടർ ഭയങ്കരമായിട്ട് അവനെ അധിക്ഷേപിച്ചായിരുന്നു. ഇങ്ങനെ ആ സിറ്റുവേഷനൊക്കെ അവൻ പറയുമ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞു പോകും. ആ ദിവസം അവൻ വീട്ടിൽ വന്ന് കരഞ്ഞ് കട്ടിലേക്ക് കിടന്ന് കരയണം. അവനോട് ഞങ്ങൾ തമ്മിൽ അധികം സംസാരിക്കില്ല. പക്ഷെ ആ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്താണ്. അപ്പോൾ ഇങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയണത്. അപ്പോൾ അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഫീൽഡിൽ. ഇവൻ ഈ മുന്നിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അനിയൻ. ചേട്ടാ നമുക്കിനി ഹാപ്പി ആയിട്ട് സംസാരിക്കാം. ചേട്ടൻ നന്നായിട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ഹാപ്പി ആവാം. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തിൽ കരയും. ബിനീഷ് ചേട്ടനെ കഴിഞ്ഞാൽ ഒച്ച ഇപ്പം എൻ്റേതായിരിക്കും കരച്ചിൽ പോകുന്നത്. ഈ കയ്യിലും കാലിലൊക്കെ കഴുത്ത് ഈ കൊമ്മലൊക്കെ ചേട്ടൻ സ്വന്തമായിട്ട് ചെയ്തതാ? സ്വന്തമായിട്ട് ചെയ്തതാണ്. ഈ ചിരട്ടയിലല്ലേ ഇത് ചെയ്യുന്നത്? എത്ര സമയം? മിനിയേച്ചർ വർക്കുകൾ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ട്. എനിക്കും തരുമോ? ഇതെല്ലാം ഇത് ഇന്റർവ്യൂ കഴിഞ്ഞതെല്ലാം ഇവിടെ ഊരി വെച്ചിട്ട് വേണം പോവാൻ. ആ കമ്മല് ഞാൻ നോട്ടം വിട്ടായിരുന്നു. അതുപോലത്തെ ഒരു മൂക്കുത്തി എടുത്തുണ്ടാക്കി തരുമോ? ഇതില്ലേ അതുപോലത്തെ ഒരു മൂക്കുത്തി തരുമോ? അത് ചെയ്യാൻ പറ്റും. മൂക്കുത്തി റിംഗ് ആക്കിയിട്ട് പ്ലെയിൻ വരെ ഉണ്ടാക്കി തരും. പിന്നെ പ്ലെയിൻ ഉണ്ടാക്കി തരും. ഇതിന്റെ കോൺഫിഡൻസ് ഉണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതില്. അതാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേൾഡിൽ ഒരു പീസ് ഉണ്ടാവുള്ളൂ. ഞാനാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് യുണീക്ക്. അപ്പൊ അതിന് വില കൂടും. നമ്മൾ പറയണ വില അതിന് കിട്ടണം. ഇല്ല, ഞാൻ ഫോറിനേഴ്സിന് ഇത് കൊടുക്കാറുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഇതിനൊരു മെഡിസിൻ പവർ ഒക്കെ ഉണ്ട് ഈ കോക്കനട്ട് ഷെല്ലിന്. അപ്പൊ ഈ കോക്കനട്ട് ഷെല്ലിന്റെ ഓർണമെന്റ്സ് ഞാൻ കൂടുതലും ഉണ്ടാക്കി ഇടുക. അപ്പൊ ശരീരത്തിന് നല്ലതാണത്. കമ്മൽ എനിക്ക് അസാധ്യമായിട്ട് ഇഷ്ടപ്പെട്ടു. കമ്മല് ഇത് കുത്തിയിട്ടില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഊരി എടുക്കാന്ന്. ആ ക്യാമറയിൽ ഒന്ന് കാണിച്ചു. ഇത് മറ്റേ ഇത് തന്നെയാണല്ലേ? കോക്കനട്ട് ഷെല്ലാണത്. കോക്കനട്ട് ഷെല്ലാണല്ലേ? എത്ര മിനിറ്റ് ഇരുന്ന് തച്ചാലാ ഇതായി പണിയൊന്നും ചെയ്യെടുക്കാം? കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ എനിക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഒരെണ്ണം മൂക്കലിടാൻ വേണം. ചെറുതായിരിക്കണം. ഇതിന്റെ ഫസ്റ്റ് ലെയർ മതി അല്ലേ? അല്ലല്ല, ഇതും കൊള്ളാം, ഫോട്ടോഷൂട്ടിനൊക്കെ നല്ലതാ. ചേട്ടാ പാട്ട് പാടിക്കോ, ഒന്നും നോക്കണ്ട. കാതിലോല കമ്മലിട്ട് കുടുങ്ങിന്ന്. എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല കേട്ടോ. പാടിക്കോ. പെട്ടെന്ന് പാട്ട് ഓർമ്മ വന്നേ. പാട്ട് ഞാന് സാധകം പാടൊന്നും മാത്രല്ല, എന്നാലും ട്രൈ ചെയ്യാം. ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി തളിരില തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ, എന്തേ നീ അറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല. ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ
ആ വഴിയോരത്ത് അന്നാദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ ആ വഴിയോരത്ത് അന്നാദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ കുറുനിര തഴുകിയ കാറ്റിനോടന്നു നീ ഉള്ളം തുറന്നുവെന്നോ ആരുമയ മാമോഹ പൊൻതൂവലൊക്കെയും പ്രണയനിലാവായി പൊഴിഞ്ഞുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല താങ്ക് യു. ഒരു പാട്ട് വേണം പറയാൻ ഉള്ളിരുന്ന് പാടിക്കളഞ്ഞല്ലോ. ചേട്ടൻ്റെ അമ്മയെക്കുറിച്ച് ബിനീഷ് ചേട്ടൻ വ്ളോഗ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മേനെ നമുക്കറിയാം. ചേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് നിങ്ങൾ മക്കളെ വളർത്താൻ കഷ്ടപ്പെട്ട ഒരു അമ്മയാണ്. ചേട്ടൻ പറഞ്ഞൊരു വാചകം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവരെ നമ്മളെങ്ങനെയും ആലോചിക്കും, നമ്മളും ചെറുതിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ പഠിച്ച് നമ്മൾ പഠിച്ച് വലുതായിട്ട് അവരെ ഒന്ന് പണിയെടുക്കാതെ സ്വസ്ഥമായിട്ട് ഇരുത്തിയിട്ട് അവരെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ. അതുകൊണ്ടൊക്കെയാണ് ചേട്ടൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ആയത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയത് ചേട്ടൻ്റെ വേറെ കുറേ നല്ല നല്ല ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ചേട്ടൻ്റെ ഇന്നത്തെ ദിവസം, ചേട്ടൻ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് വേണ്ടിയിട്ട് 1.5 മണിക്കൂർ ചിലവഴിച്ചിട്ടുണ്ട്. വളരെയധികം നന്ദി ചേട്ടാ. താങ്ക് യു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന നിങ്ങളോട് ഞാൻ താങ്ക്സ് പറയട്ടെ. അപ്പോൾ ആ ക്യാമറമാനും നന്നായിട്ട് എഫേർട്ട് എടുത്ത ആ ക്യാമറമാനും എൻ്റെ ഒരു താങ്ക്സ്. നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ്. താങ്ക് യു.